കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യ എന്നത് ഞങ്ങൾക്ക് അൺഫിനിഷ്ഡ് ആയ ബിസിനസ്സാണ്. കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങളായി ഞങ്ങൾ ഈ വേദന കൊണ്ട് നടക്കുന്നു. അത് ഇത്തവണ ഞങ്ങൾക്ക് മാറ്റിയെടുക്കണം. ഓസ്ട്രേലിയൻ സ്പിന്നർ നദാൻ ലിയോൺ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതിലുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഏകദിന ലോകകപ്പും ഇന്ത്യയെ തോൽപ്പിച്ച് സ്വന്തമാക്കിയിട്ടും മാറാത്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ മുറിവ്. കുറച്ചു വർഷങ്ങളായി ഓസ്ട്രേലിയക്ക് കിട്ടാക്കനിയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. അവസാനമായി ആ കിരീടം ഓസ്ട്രേലിയൻ ഷെൽഫിലെത്തിയത് 2014-15 പരമ്പരയിലാണ്. പിന്നീടങ്ങോട്ട് ഇന്ത്യയുടെ ആധിപത്യമായിരുന്നു. കഴിഞ്ഞ 4 പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. ഓസ്ട്രേലിയക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയത് 2020-21 പരമ്പരയാണ്. 2018-19 ബോൾ ടാമ്പറിംഗ് വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് പ്രധാന താരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അക്ഷരാർത്ഥത്തിൽ 2020-21 പരമ്പരയിൽ ഇന്ത്യക്ക് മുൻപിൽ വീണുപോയപ്പോൾ മറുപടി ഉണ്ടായില്ല. ശരിക്കും ആ പരമ്പര ഒരു യുദ്ധമായിരുന്നു. ഞെട്ടിക്കുന്ന തോൽവിയോടെയായിരുന്നു ഇന്ത്യയുടെ തുടക്കം. പിന്നീടങ്ങോട്ട് പ്രധാന താരങ്ങൾ ഓരോന്നായി പരിക്കിന്റെ പിടിയിലാകുന്നു. എന്നാൽ ടീമിന് ആവശ്യം വരുന്ന സമയത്ത് രക്ഷകർ അവതരിച്ചു. ഓസ്ട്രേലിയൻ ചെകുത്താൻ കോട്ടയായ ഗാബയിൽ അവരെ തകർത്തു ഇന്ത്യ പരമ്പര വീണ്ടും സ്വന്തമാക്കി. ഇന്ത്യയിൽ വന്ന് ഒരു ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാൻ ഇന്ന് ഓസ്ട്രേലിയയുടെ പക്കൽ ആയുധങ്ങളില്ല. അവരുടെ മണ്ണിൽ ഒരു വട്ടം കൂടെ ഇന്ത്യയുടെ മുമ്പിൽ വീഴുന്നത് ഓസ്ട്രേലിയക്ക് ചിന്തിക്കാൻ കൂടെ കഴിയാത്ത ഒന്നാണ്. പരമ്പരയ്ക്ക് ഇനിയും 3 മാസം ഉണ്ടെങ്കിലും ഇന്ത്യയെ തകർക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഓസ്ട്രേലിയൻ പ്ലെയേഴ്സ്. ഗംഭീറിനും ഇത് തന്റെ കോച്ചിങ് കരിയറിൽ ആദ്യ പരീക്ഷണമാണ്. തങ്ങളുടെ അവസാന ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് ഇറങ്ങുന്ന രോഹിത്തും കോഹ്ലിക്കും വിജയം അനിവാര്യമാണ്. കാത്തിരിക്കാം ഡിസംബറിലെ തണുത്ത വെളുപ്പാങ്കാലങ്ങളിലെ തീപിടിക്കുന്ന പോരാട്ടങ്ങൾക്ക്.